ജാർഖണ്ഡിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുന്നു. രാഷ്ട്രീയ അട്ടിമറിക്ക് ബി.ജെ.പിയുടെ നീക്കമുണ്ടാകുന്നു. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ വിശ്വസ്തനും മുൻ മുഖ്യമന്ത്രിയുമായ ചമ്പൈ സോറൻ ബി.ജെ.പിയിലേക്കെന്ന് സൂചന. 6 എം.എൽ.എമാരുമായി ചമ്പൈ സോറൻ ഡൽഹിയിലെത്തി. എന്നാൽ ബി.ജെ.പിയിൽ ചേരുമെന്ന വാർത്ത ചമ്പൈ സോറൻ തള്ളുന്നുണ്ട്. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, ഹേമന്ത് സോറൻ രാജിവെച്ച് ജയിലിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ചമ്പൈ സോറനാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. അത്രയും വിശ്വസ്തൻ എന്ന് പൊതുവെ വിലയിരുത്തിയ സാഹചര്യവും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നുള്ള ചർച്ചകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ അത് എത്രത്തോളം വലിയ നടുക്കം ആ പാർട്ടിയിൽ ഉണ്ടാക്കുന്നുണ്ട്? ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അച്യുതൻ? ടി കെ റീജിത്ത്, അല്പം മുൻപാണ് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ചമ്പൈ സോറനും എം.എൽ.എമാരും ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ പ്രതികരണം പഴയ അതേ തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയ പ്രതികരണം. അതായത് തൻ്റെ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾക്കാണ് ഡൽഹിയിൽ എത്തിയത്, താൻ ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെയാണ് ഉള്ളത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. സുവേന്ദു അധികാരിയുമായുള്ള കൂടിക്കാഴ്ച കൊൽക്കത്തയിൽ നടന്നതായി സംബന്ധിച്ച് ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചത് താൻ ആരുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഭാവി രാഷ്ട്രീയം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കാതെ മടങ്ങുകയാണ് ഉണ്ടായത്. കുറച്ച് ദിവസങ്ങളായാണ് ഈ ചമ്പൈ സോറൻ ബി.ജെ.പിയിലേക്ക് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നത്. അതിന് കാരണമായി ഈ ചമ്പൈ സോറൻ അനുയായികൾ വ്യക്തമാക്കിയത് അദ്ദേഹം പാർട്ടിക്കകത്ത് ഈ അതൃപ്തികൾ നേരിടുന്നുണ്ട്. കാരണം ഈ ഖനന അഴിമതി കേസിൽ ഇ.ഡി. ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യുകയും തുടർന്നാണ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നതും. എന്നാൽ ഭാര്യ കൽപ്പന സോറന്റെ പേര് ആ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടെങ്കിലും അവിടേക്കാണ് ചമ്പൈ സോറനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിശ്വസ്തനാണ് പാർട്ടിയുടെ. മാത്രമല്ല ആഴത്തിൽ പല മേഖലകളിലും ആഴത്തിൽ ബന്ധമുള്ള ജനകീയനായിട്ടുള്ള ഒരാൾ കൂടിയാണ് ചമ്പൈ സോറൻ. ആ നിലയ്ക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ തന്നെ പരിഗണിക്കുന്നതും. എന്നാൽ ജയിൽ മോചിതനായി ഹേമന്ത് സോറൻ പുറത്തു വന്നതോടുകൂടി അദ്ദേഹം സ്ഥാനം ഒഴിയുകയും ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നതുമാണ് ഈ സമീപകാലത്ത് ജാർഖണ്ഡിൽ നടന്ന രാഷ്ട്രീയ നീക്കങ്ങൾ. അതിനൊടുവിലാണ് അതിൽ ഈ ചമ്പൈ സോറൻ സന്തുഷ്ടനല്ല, അദ്ദേഹം അതിൽ അതൃപ്തി നേരിടുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പലരും പലയിടങ്ങളിലായി പ്രതികരണങ്ങൾ നടത്തുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ബി.ജെ.പിയിലേക്ക് പോകുവാനായി ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുന്നത്. അതായത് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ചില രാഷ്ട്രീയ നീക്കങ്ങൾ അവിടെ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. JMM-ൽ നിന്ന് ചമ്പൈ സോറനും ചില എം.എൽ.എമാരും പാർട്ടി വിടും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. പക്ഷേ അതിൽ ചമ്പൈ സോറൻ വ്യക്തമായ ഒരു വിശദീകരണം ഇതുവരെയും നൽകിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് താൻ ഇപ്പോൾ എവിടെയാണോ അവിടെ ചമ്പൈ സോറനും അനുയായികളും ബി.ജെ.പിയിലേക്ക് എന്ന റിപ്പോർട്ടുകൾ സജീവമാകുന്നുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടുകൾ, ആ ആരോപണങ്ങൾ തള്ളുകയാണ് ചമ്പൈ സോറൻ. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.